iPlus Training Solution പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെറ്റ് പേപ്പർ 1 കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളാണ്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓസ്കാർ അവാർഡ്സ് 2025 2025 ഓസ്കാർ അവാർഡുകൾ നേടിയ എന്താണ് ഓസ്കാർ അവാർഡ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നേടിയത് ഏതൊക്കെ മേഖലയിലാണ്, ആർക്കൊക്കെയാണ്, ഏതൊക്കെ ചിത്രങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നോക്കാം. അക്കാഡമി അവാർഡ്സ് ഓഫ് മെറിറ്റ്. എന്താണ് അക്കാഡമി അവാർഡ്സ് ഓഫ് മെറിറ്റ്? ഓസ്കാറിന്റെ മറ്റൊരു പേരാണ് അക്കാഡമി അവാർഡ്സ് ഓഫ് മെറിറ്റ്. The Oscar, officially known as Academy Award of Merit. ശ്രദ്ധിക്കുക, ചിലപ്പോൾ നമ്മുടെ ചോദ്യത്തിനകത്തിൽ തന്നിരിക്കുന്നത് അക്കാഡമി അവാർഡ് നേടിയത് ആരാണെന്നാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നിക്കളയാം. എന്താണ്, കേരള അക്കാഡമി അവാർഡാണോ, സാഹിത്യ സമാജ അക്കാഡമി അവാർഡാണോ, അങ്ങനത്തെയൊക്കെ സംശയങ്ങൾ തോന്നിയേക്കാം. അപ്പോൾ ഓർക്കുക, ഓസ്കാറിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നാമം എന്താണ്? അക്കാഡമി അവാർഡ് ഓഫ് മെറിറ്റ് ആണ്. ഓക്കെ, is an American award presented annually by Academy of Motion Pictures Arts and Sciences. ആരാണ്? ഇതൊരു അമേരിക്കയിലെ ഒരു അമേരിക്കൻ അവാർഡാണ്. ഇത് ആനുവലി എല്ലാ വർഷവും ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രതിഭകളായിട്ടുള്ള ഏറ്റവും മുൻപന്തിയിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന അവാർഡാണ് എന്ത്? ഓസ്കാർ അല്ലെങ്കിൽ അക്കാഡമി അവാർഡ്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഈ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്നത് അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസസ് എന്ന ആ ഒരു ഓർഗനൈസേഷൻ ആണ്. ശ്രദ്ധിക്കുക, ഓസ്കാറിന് മറ്റൊരു പേരുണ്ട്. ഒഫീഷ്യലി അറിയപ്പെടുന്നത് എന്താണ്? അക്കാഡമി അവാർഡ് ഓഫ് മെറിറ്റ് എന്നാണ്. ഇത് ആനുവലി ചലച്ചിത്ര മേഖലയിലുള്ള പ്രതിഭാശാലികൾക്ക് കൊടുക്കുന്ന അവാർഡാണ്. അമേരിക്കയിലാണ് അവാർഡിന്റെ ആ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. അതിന്റെ പേരെന്താണ്? അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസസ് എന്നാണ് പറയാം. ഓക്കെ, the awards are presented in the form of a gold-plated statue called Oscar. ഓസ്കാർ എന്ന നാമത്തിലുള്ള ഒരു ഗോൾഡൻ പ്ലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാച്ചു ആണ് നമ്മൾ ഓസ്കാറിന്റെ അവാർഡായിട്ട് നൽകാറുള്ളത്. നിങ്ങൾ ഏവരും കണ്ടിട്ട് കണ്ടാവും ആ ഒരു പ്രതിമ, ഒരു വാൾ പിടിച്ചിരിക്കുന്ന ഒരു പ്രതിമയാണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രതിമ. അതിനെയാണ് ഓസ്കാർ എന്ന് പറയുന്നത്, ഓസ്കാർ അവാർഡ് എന്ന് പറയുന്നത്. The Academy Awards were first held in 1929. 1929 ആദ്യമായിട്ട് ഈ ഒരു അക്കാഡമി അവാർഡുകൾ കൊടുത്തു തുടങ്ങിയത്. The Oscars are widely considered to be the most prestigious award in the film industry. ഫിലിം ഇൻഡസ്ട്രി, ചലച്ചിത്ര മേഖലയിൽ ഉള്ള ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ് എന്ന് കൺസിഡർ ചെയ്യുന്നത് എന്തിനെയാണ്? ഓസ്കാർ അവാർഡിനെയാണ്. The Oscar statue was designed by Cedric Gibbons with sculptor George Stanley giving the design 3-dimension ഡിസൈൻ നൽകിയത് ആരാണ്? ആ ഓസ്കാറിന്റെ ആ ഒരു ശില്പത്തിന്റെ ജോർജ് സ്റ്റാൻലി ആണ്. അതേപോലെ ആ ഒരു സ്റ്റാച്ചു ഡിസൈൻ ചെയ്തത് ആരായിരുന്നു? സെഡ്രിക് ഗിബൺസ് ആണ്. ശ്രദ്ധിക്കുക, പേരൊന്നും മറന്നു പോകരുത്. ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ കൊണ്ടുവന്ന ഒരു പ്രതിഭാശാലിയായിരുന്നു, ഫസ്റ്റ് ഇന്ത്യൻ ആയിരുന്നു. ആര്? ഭാനു അധായ. അത് 1983 ഗാന്ധി എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടാണ് ഭാനു അദാനിയെ 1983 ഭാനു അദാനിയെ തെരഞ്ഞെടുത്തത്. ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ദ ഓസ്കാർ അവാർഡ്, ഭാനു അദായ. ശ്രദ്ധിക്കുക. ഓസ്കാർ 2025 2025 ഓസ്കാർ ആരാണ് നേടിയത്, ഏതൊക്കെ ചിത്രത്തിനാണ് എന്നുള്ള ഡീറ്റെയിൽസ്, എവിടെയാണ് നടന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. The 97th അക്കാഡമിക് അവാർഡ്, 97ാമത്തെ അക്കാഡമിക് അവാർഡായിരുന്നു 2025 നടന്നത്. മാർച്ച് 2, 2025 മാർച്ച് 2-ാം തീയതി ആയിരുന്നു ഓസ്കാർ 2025 അല്ലെങ്കിൽ 97th അക്കാഡമിക് അവാർഡ് നടന്നത്. എവിടെയായിരുന്നു? ഡോൾബി തിയേറ്റർ ഇൻ ലോസ് ഏഞ്ചലസിലെ ഡോൾബി തിയേറ്ററിലായിരുന്നു ആ ഒരു അവാർഡ് ദാന ചടങ്ങ് സംഭവിച്ചത്. ആരൊക്കെയായിരുന്നു 2025 മെയിൻ ഓസ്കാർ അവാർഡ് വിന്നേഴ്സ് എന്ന് നോക്കാം. ബെസ്റ്റ് മൂവി അനോര. ആ ഒരു ചിത്രം ആ ഒരു പേര് നിങ്ങൾ ഓർത്ത് വെക്കുക. ആ ഒരു പേരിന് തന്നെ 5 ഓസ്കാർ അവാർഡുകളാണ് ലഭിച്ചത്. ബെസ്റ്റ് മൂവി അനോര, അതേപോലെ ബെസ്റ്റ് ഡയറക്ടർ സീൻ ബേക്കർ. അനോര എന്ന ചിത്രത്തില് ഡയറക്ടറിനായിരുന്നു
ഓസ്കാർ അവാർഡ് കിട്ടിയത്, ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡ് ലഭിച്ചത്. അതേപോലെ ബെസ്റ്റ് ആക്ട്രസ്, മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയതും അനോറ എന്ന ചിത്രത്തിലാണ്. മൈക്കി മാഡിസൺ എന്നാണ് ആ ഒരു ആക്ട്രസിന്റെ പേര്. അതേപോലെ ബെസ്റ്റ് ഒറിജിനൽ സ്റ്റോറി അല്ലെങ്കിൽ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ കിട്ടിയതും അനോറ എന്ന ചിത്രത്തിന് തന്നെയാണ്. അതേപോലെ ബെസ്റ്റ് എഡിറ്റിംഗ് അനോറ എന്ന ചിത്രത്തിന് തന്നെയാണ്. ഓർക്കുക, അനോറ എന്ന ചിത്രത്തിന് 5 അവാർഡുകളാണ്, 5 ഓസ്കാർ അവാർഡുകളാണ് ലഭിച്ചത്. ബെസ്റ്റ് മൂവി, ബെസ്റ്റ് ഡയറക്ടർ, അതേപോലെ ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് എഡിറ്റിംഗ്. അനോര എന്ന ചിത്രത്തിനാണ്. ആ ഒരു പേര് ഓർത്തു വെക്കുക. 5 അവാർഡുകളാണ് അതിന് ലഭിച്ചത്. അടുത്തത് ബെസ്റ്റ് ആക്ടർ ആഡ്രിയൻ ബ്രോഡി. നോക്കുക, ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിനാണ് ബെസ്റ്റ് ആക്ടറിന്റെ അവാർഡ് കിട്ടിയത്. അതേപോലെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് സോ സൽഡാനയാണ് എമീലിയ പെറസ് എന്ന ചിത്രത്തിനാണ് ലഭിച്ചിരുന്നത്. അതേപോലെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ക്യാരൻ കൽക്കൻ എന്ന ആളാണ് എ റിയൽ പെയിൻ എന്ന ചിത്രത്തിനാണ് ലഭിച്ചത്. ബെസ്റ്റ് അഡാപ്റ്റഡ് സ്റ്റോറി അല്ലെ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് കോൺക്ലേവിനാണ്. ബെസ്റ്റ് ഇന്റർനാഷണൽ ഫിലിം എമീലിയ പെറസ് എന്ന ചിത്രത്തിനാണ് ലഭിച്ചത്. ബെസ്റ്റ് അനിമേറ്റഡ് ഫിലിം ഫ്ലോ എന്ന അനിമേറ്റഡ് ചിത്രത്തിനാണ് ലഭിച്ചത്. എഴുതി വെക്കുക, നോട്ടുകൾ ചെറുതായിട്ട് കുറിച്ച് വെക്കുന്നത് വളരെ നന്നായിരിക്കും. കറണ്ട് അഫയേഴ്സിന് മിക്കവാറും എല്ലാ തവണയും ഇതിനകത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യം ആവർത്തിച്ചു വരുന്നത് കണ്ടിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ആവുമ്പം ഓസ്കാർ അങ്ങനെ കിട്ടിയ അവാർഡുകളൊക്കെ ചോദിക്കാനുള്ള സാധ്യതകളുണ്ടല്ലോ. സീൻ ബേക്കറിന്റെ ചിത്രമാണ്. അതേപോലെ ആൻഡ്രിയൻ ബ്രോഡി ബെസ്റ്റ് ആക്ടറിന്റെ പണം. മൈക്കി മാഡിസൺ നമ്മുടെ അനോറ എന്ന ചിത്രത്തിന്റെ ബെസ്റ്റ് ആക്ട്രസ് ആണ്. എന്തൊക്കെയായിരുന്നു ഈ ഒരു 2025 ഓസ്കർ അവാർഡിന് ഫസ്റ്റ് ആയിട്ട് ഹിസ്റ്റോറിക് ആയിട്ടുള്ള മൊമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സീൻ ബേക്കർ ടൈഡ് Walt Disney's record for most Oscar win in one night. അതായത് 4 അവാർഡുകൾ, ഒരേ ചിത്രത്തിന് തന്നെ 4 അവാർഡുകൾ ഒരേ ദിവസം കിട്ടുന്ന സീൻ ബേക്കർ വോൾട്ട് ഡിസ്നീസ് റെക്കോർഡ് ലഭിച്ചു. അതേപോലെ മൈക്കി മാഡിസൺ became the first member of Gen Z to win best actress. ജെൻസി ആ ഒരു കൂട്ടത്തിലുള്ള, അതായത് 1997 മുതൽ 2022 വരെയുള്ള ജെൻസി കാറ്റഗറിയിലെ ഫസ്റ്റ് മെമ്പർ ആയിരുന്നു ആര്? നമ്മുടെ മൈക്കി മാഡിസൺ, നമ്മുടെ അനോരയിലെ ആക്ട്രസ്. അതേപോലെ സോ സൽഡാന ഇസ് ദ ഫസ്റ്റ് ഡൊമിനീഷ്യൻ അമേരിക്കൻ ആക്ടിംഗ് ഓസ്കർ റെസിപ്പിയൻ. സോ സൽഡാനയാണ് ഡൊമിനീഷ്യൻ അമേരിക്കൻ ആ ഒരു വംശപാരമ്പര്യത്തിൽപ്പെട്ട ഓസ്കാർ കിട്ടിയ ആദ്യത്തെ ആള് സോ സൽഡാനയാണ്. അതേപോലെ ഫ്ലോ എന്ന അനിമേറ്റഡ് ചിത്രമാണ്, ഫസ്റ്റ് ലാറ്റ്വീനിയൻ ഫിലിമാണ്. സോ എന്ന അനിമേറ്റഡ് ചിത്രത്തിനാണ് ഓസ്കർ കിട്ടിയിരുന്നത്. അതൊക്കെയാണ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള മൂമെന്റ്സ് നമ്മുടെ 2025 ഓസ്കർ അവാർഡ് വേദിയിൽ സംഭവിച്ചത്. ഇനി നമ്മൾ പഠിച്ചതിനകത്ത് നിന്ന് കുറച്ച് കൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചു പോയതൊക്കെ? ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ ഒഫീഷ്യൽ നെയിം ഓഫ് ഓസ്കർ അവാർഡ്? ഓസ്കർ അവാർഡിന്റെ ഒഫീഷ്യൽ നെയിം എന്താണ്? ഗോൾഡൻ ഗ്ലോബ് അവാർഡ് എന്നാണോ, അക്കാഡമി അവാർഡ് ഓഫ് മെറിറ്റ് എന്നാണോ, അമേരിക്കൻ ഫിലിം അവാർഡ് എന്നാണോ, സിനിമാറ്റിക് എക്സലൻസ് ട്രോഫി എന്നാണോ? ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണും. എന്താ? അക്കാഡമി അവാർഡ് ഓഫ് മെറിറ്റ്. മറന്നുപോയത് അക്കാഡമിക് അവാർഡ് ഓഫ് മെറിറ്റ് എന്നാണ് ഓസ്കറിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നാമം. 2, വെൻ വെയർ ദ ഫസ്റ്റ് അക്കാഡമി അവാർഡ് ഹെൽഡ്? എന്നാണ് അക്കാഡമിക് അവാർഡ്, ഓസ്കർ അവാർഡ് ദാനം ആദ്യമായി തുടങ്ങിയത് ഏത് വർഷമായിരുന്നു? 1929. ഓർത്തിരിക്കുക, 1929 ആണ് ഫസ്റ്റ് അവാർഡ് കൊടുത്ത വർഷം. Who was the first Indian to win the Oscar? ഓസ്കാർ നേടിയ ആദ്യത്തെ ഇന്ത്യൻ ആയിരുന്നു, ഒരു സ്ത്രീ ആയിരുന്നു. ആര്? ഭാനു അഥയ്യാണ്. ഏത് ചിത്രത്തിനാണ്? ഗാന്ധി എന്ന ചിത്രത്തിന് 1983 ഭാനു അഥയ്യയ്ക്ക് ആ ഒരു ഓസ്കാർ ലഭിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. Which film won Best Picture at the 97th Academy Award? 2025 97th Academic Awardൽ ബെസ്റ്റ് പിക്ചർ ആയത് ഏതായിരുന്നു? ബെസ്റ്റ് ഫിലിം ഏതായിരുന്നു? ഫ്ലോ ആണോ, ബ്രൂട്ടലിസ്റ്റ് ആണോ, അനോറയാണോ, എമീലിയ പെറസ് ആണോ? അനോറയാണ് അല്ലെ. അനോറയ്ക്ക് എത്ര അവാർഡുകളാണ് കിട്ടിയത്? 5 അവാർഡുകളാണ് കിട്ടിയത് അല്ലെ. ഓർമ്മയിൽ വരിക, നോട്ട് എഴുതി വെക്കുക. 5ാമത്തെ ചോദ്യം, ഹു വോൺ ബെസ്റ്റ് ഡയറക്ടർ അറ്റ് 2025 ഓസ്കാർ? 2025 ബെസ്റ്റ് ഡയറക്ടർ ആരായിരുന്നു? സീൻ ബേക്കർ ആയിരുന്നു അല്ലെ.
അദ്ദേഹത്തിന്റെ ചിത്രം ഏതായിരുന്നു? ഏത് പിക്ചർ ഡയറക്ട് ചെയ്തപ്പോഴാണ് അദ്ദേഹം ബെസ്റ്റ് ഡയറക്ടർ ആയത്? അനോര. ഓക്കെ, നെക്സ്റ്റ് 6th question. Which film became the first Latvian movie to win an Oscar? ഫസ്റ്റ് ലാറ്റ്വിയൻ മൂവി ഏതായിരുന്നു ഓസ്കർ കിട്ടിയത്? അനിമേറ്റഡ് മൂവി ആയിരുന്നു അല്ലേ? ഏതായിരുന്നു? കോൺക്ലേവ് ആണോ, റിയൽ പെയിൻ ആണോ, എമിലിയ പെറസ് ആണോ, ഫ്ലോ ആണോ? ഫ്ലോ ആണ് അല്ലേ? ഫ്ലോ ആണ് ഫസ്റ്റ് ലാറ്റ്വിയൻ മൂവി, അനിമേറ്റഡ് ആണ്. Who won Best Actor at the 97th Academy Award? 97ാമത്തെ അക്കാഡമി അവാർഡ് ബെസ്റ്റ് ആക്ടർ ആരായിരുന്നു ബെസ്റ്റ് ആക്ടർ? ആൻഡ്രിയൻ ബ്രോഡി ആയിരുന്നു. ഏതായിരുന്നു ചിത്രം എന്ന് ഓർമ്മ വരുന്നുണ്ടോ? ബ്രൂട്ടലിസ്റ്റ്. ഓക്കെ, 8ാമത്തെ ചോദ്യം. ഹു വാസ് അവാർഡഡ് ബെസ്റ്റ് ആക്ട്രസ് അറ്റ് ദ 2025 ഓസ്കാർ? ഓസ്കാറിലെ ബെസ്റ്റ് ആക്ട്രസ് ആരായിരുന്നു? മികച്ച നടി ആരായിരുന്നു? സോയി സൽദാനയാണോ, മൈക്കി മാഡിസൺ ആണോ, എമ്മ സ്റ്റോൺ ആണോ, എമീലിയ പെറസ് ആണോ? ഏതാ? മൈക്കി മാഡിസൺ ആണ്. ജെന്നിസഡ് കാറ്റഗറിയിൽ വരുന്ന ആദ്യത്തെ ആക്ട്രസ് ആയിരുന്നു അല്ലെ? ഓസ്കാർ വോൺ ചെയ്ത ആദ്യത്തെ ആക്ട്രസ് ആയിരുന്നു മൈക്കി മാഡിസൺ. മൈക്കി മാഡിസൺ അഭിനയിച്ച ചിത്രത്തിന്റെ പേരെന്താണ്? അനോര. ഇത്രയും ഈ ഒരു ഓസ്കാർ 2025 ഓസ്കാർസിന്റെ പല കാര്യങ്ങൾ മനസ്സിലായി. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഓസ്കാർ എന്ന് മനസ്സിലായി. ആരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓസ്കാർ ലഭിച്ച ആള്? ഓസ്കാർ ഡിസൈൻ ചെയ്തത് ആരാണ്? അതേപോലെ 2025 ഏതൊക്കെ കാറ്റഗറിയിൽ ആർക്കൊക്കെയാണ്, ഏതൊക്കെ ചിത്രത്തിനാണ് ഓസ്കാർ വോൺ ചെയ്തതെന്ന് മനസ്സിലായി കാണും. നോട്ടായിട്ട് എഴുതി വെക്കുക. എക്സാമിന് പോകുന്നതിന് മുമ്പ് വീണ്ടും ഒന്ന് നോക്കി വായിച്ച് മനസ്സിലാക്കി ഓർത്തിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ.